അപ്പോ ഇതൊക്കെ ചെയ്യിക്കുന്നത് ഇതിന്റെ പുറയിലുള്ള ചില ശക്തികളാണ്. വേണുവിന് ശമ്പളം കൊടുക്കുന്ന, വേണുവിന് ചോറ് കൊടുക്കുന്ന ചില ശക്തികളാണ് ഇതൊക്കെ വേണുവിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പോ ഞാനിപ്പോ വേണു എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ, അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന ശമ്പളത്തിനനുസരിച്ച് വർത്തമാനം പറയാൻ വിധിക്കപ്പെട്ടവനാണ്. അപ്പോ ആരെ ചീത്ത പറയണം, ആരെ താഴ്ത്തിക്കെട്ടണം, ആരെ ഉയർത്തി പറയണം, ആരെ തോപ്പിക്കണം, ആരെ ജയിപ്പിക്കണം, ആരെ വിമർശിക്കണം, ആരെ പിന്താങ്ങണം, ഇതൊക്കെ മാധ്യമ മാനേജ്മെന്റ് തീരുമാനിക്കും. എന്നിട്ട് ആങ്കർമാരെ കൊണ്ട് പറയിപ്പിക്കും. ആങ്കർമാർക്ക് അത് പറഞ്ഞില്ലേ ജോലി കിട്ടുക. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ വേണു എന്ന് പറഞ്ഞത്, വേണു ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാപനം ഏതാണോ അത്. ഞാൻ ആ സ്ഥാപനത്തിന്റെ പേര് പറയാത്തത്, ഇയാൾ ഈ ഒരു മരത്തിൽ നിന്ന് അങ്ങേ മരത്തിലോട്ട് ചാടി നടക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല മാധ്യമങ്ങളിലും ചാടി നടക്കുന്ന വ്യക്തിയാണ് വേണു. കാരണം പല സമയത്തും ഞാൻ വേണുവുമായിട്ട് ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഒരു തവണ അദ്ദേഹം ഇന്ന മാധ്യമത്തിലായിരിക്കും, അടുത്ത തവണ ചെല്ലുമ്പോൾ വേറൊരു ചാനലിലായിരിക്കും. ഇപ്പൊ അവസാനം ഏത് ചാനലിൽ ഇരുന്നുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞാൽ അടുത്ത ചാനലിലേക്ക് പോകും. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ മാധ്യമ മുതലാളിമാര് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന പണി മാത്രമാണ് ഈ ആങ്കർമാർക്ക് ഉള്ളത്. അത് തന്നെയാണ് വേണുവും ചെയ്തത്. അപ്പൊ വേണുവിന് പൈസ കിട്ടണമെങ്കിൽ ഹിന്ദുവിനെ ചീത്ത പറയണം. അപ്പൊ ഹിന്ദുവിനെ ചീത്ത പറയുന്ന ചാനലിലായിരിക്കും ഇപ്പൊ അയാൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഹിന്ദുവിനെ 4 ചീത്ത പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഹിന്ദുവിനെ 4 ചീത്ത പറയുമ്പോൾ കിട്ടുന്ന ശമ്പളത്തിന്റെ കൂടുതൽ കിട്ടുമെങ്കിൽ 8 ചീത്ത പറയും. നീ അതിൽ കൂടുതൽ ശമ്പളം വേണേ 18 ചീത്ത പറയും. എന്ത് പറഞ്ഞാലും ഹിന്ദു അല്ലേ, സഹിച്ചോളും എന്ന് വേണുവിന് അറിയാം. അതാണ് കാരണം.